വിവാദ ചിത്രം കേരള സ്റ്റോറി ഹൈക്കോടതി കാണുന്നതിനെ എതിർത്ത് നിർമ്മാതാവ് വിപുൽ അമൃത്ലാൽ ഷാ. സിനിമ കണ്ട് വിലയിരുത്താനുള്ള മേൽനോട്ടാധികാരം ഹൈക്കോടതി ഉപയോഗിക്കരുതെന്ന് മറുപടി സത്യവാങ്മൂലം. ഹൈക്കോടതി സിനിമ കണ്ട് വിലയിരുത്തുന്നത് സെൻസർ ബോർഡിന് പകരമാവില്ല. ചിത്രം വിലയിരുത്താനുള്ള ഏക അധികാര കേന്ദ്രമാണ് സെൻസർ ബോർഡെന്നും വിദഗ്ധർ കണ്ട് വിലയിരുത്തിയാണ് ചിത്രത്തിന് പ്രദർശനാനുമതി നൽകിയതെന്നും വിപുൽ അമൃത്ലാൽ ഷാ സത്യവാങ്മൂലത്തിൽ പറയുന്നു. എന്ത് സത്യവാങ്മൂലം? അടുത്തങ്ങ് അടുപ്പിൽ കയറ്റി വെക്കടേ. സെൻസർ ബോർഡ് ഹൈക്കോടതിയേക്കാൾ മുകളിലാണെന്നോ? ഇവിടെയുള്ള നിയമ സംവിധാനങ്ങൾക്ക് മുകളിലാണോടാ ഇവിടെയുള്ള സെൻസർ ബോർഡ്? ഒന്ന് പോടാപ്പ. ഒരു ഊളത്തരായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നിന്റെ സെൻസർ ബോർഡൊക്കെ എന്തൊക്കെ ഊളത്തരങ്ങളെ കാണിക്കുന്നത് ഞങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ജനനായകൻ എന്ന സിനിമയുടെ റിലീസിങ്ങിന്റെ 2 ദിവസം മുമ്പാണ് ആ സിനിമ അവർ ബ്ലോക്ക് ആക്കുന്നത്. സെൻസർ ബോർഡിന് വീണ്ടും കത്രിക വെക്കണത്രേ. ഇവിടെ ഇല്ലാവചനങ്ങൾ പടച്ചുവിടുന്ന കേരള സ്റ്റോറി പോലെയുള്ള വളിഞ്ഞ സിനിമകൾക്ക് സെൻസർ ബോർഡിന് യാതൊരു തര പ്രശ്നവുമില്ല. BJPയുടെ മറ്റേടത്ത അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റേ പരിപാടിയാണല്ലോ ഇവിടത്. നമ്മുടെ നാടിന്റെ അവസ്ഥ നോക്കിയേ. സെൻസർ ബോർഡിന്റെ ഉള്ളിലും BJPയുടെ കൈ, സ്പോർട്സിലും BJPയുടെ കൈ. എന്തൊക്കെയാടാ കാണിച്ചുകൊണ്ടിരിക്കുന്നേ? പേടിച്ചിട്ടുണ്ട്, നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. പക്ഷെ ഹൈക്കോടതിയെ ചോദ്യം ചെയ്തതിന് ഇങ്ങനെ 8ന്റെ പണി ഹൈക്കോടതി തിരിച്ചങ്ങ് കൊടുത്തു. നല്ല 8ന്റെ പണി വായിച്ചുതരാം. പ്രദർശനാനുമതി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ വാദം തീരും വരെ കേരള സ്റ്റോറി 2ന്റെ റിലീസ് പാടില്ലെന്ന് ഹൈക്കോടതി. അയ്യടാ പാവം. കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ടിന്റെ പ്രദർശനാനുമതി റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ വാദം പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് റിലീസ് ഹൈക്കോടതി താൽക്കാലികമായി വിലക്കിയത്. പാവങ്ങൾ നെഞ്ചത്ത് കൈയടിച്ച് കരയേണ്ട അവസ്ഥയാന്നുള്ളതാ. എന്തായാലും കാലും കൈയൊക്കെ കൂട്ടിമുട്ടുണ്ട്. ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. കേരളവുമായി ബന്ധമില്ലാത്ത ഒരു സിനിമയുടെ പേരിൽ കേരള സ്റ്റോറി എന്ന് വെക്കാന് നീ ഡബിൾ ഡൂഡ് സിൻഡ്രത്തിന്റെ ആളല്ലടാ എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ വെറും ക്രിയേറ്റേഴ്സ്, ഞങ്ങൾ വെറും സിനിമക്കാരെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ് ആ മണ്ടം പറഞ്ഞത്. സമയപരിമിതി മൂലം ചിത്രം സിംഗിൾ ബെഞ്ച് കാണില്ല. കേരള സ്റ്റോറിയുടെ ടീസറിന്റെ പരിഭാഷ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹർജികളിൽ ഹൈക്കോടതി നാളെയും വാദം കേൾക്കും. ഹർജിക്കാരുടെ ആവശ്യം സത്യസന്ധമാണെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി ഹർജിക്കാരുടെ വാദങ്ങളെ നിർമ്മാതാക്കൾ അപ്രസക്തമാക്കരുതെന്ന് പറയുന്നു. ഇവിടെ ഒരു നിയമ സംവിധാനം ഉണ്ട് എന്നുള്ളതൊക്കെ അവരൊന്ന് അറിയട്ടെ. നിങ്ങൾ അങ്ങ് നോർത്തിൽ കളിക്കുന്ന കളിയല്ല, കേരളത്തിൽ വന്ന് കളിച്ചാ കിട്ടും. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. നഷ്ടം സംഭവിച്ചതിന് ശേഷമല്ല സിനിമ പുനഃപരിശോധിക്കേണ്ടത് എന്നും സെൻസർ ബോർഡിനെതിരെ ഹൈക്കോടതി വിമർശനമുയർത്തി. ടീസർ ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ചാൽ ഒന്നും ചെയ്യാനില്ലെന്നും പരാതിക്കാർ മറ്റു മാർഗങ്ങൾ തേടണമെന്നുമായിരുന്നു ഹൈക്കോടതിയിൽ സെൻസർ ബോർഡിന്റെ വാദം. സിനിമാ പ്രദർശനത്തിന് എത്തിയ ശേഷം പുനഃപരിശോധിക്കാമെന്ന് സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ മറുപടി നൽകി. റിലീസിന് മുൻപ് കോടതിക്ക് കാണുന്നതിന് സിനിമ പ്രദർശിപ്പിക്കാൻ തയ്യാറല്ലെന്നാണ് നിർമ്മാതാക്കളായ സൺഷൈൻ പിക്ചേഴ്സ് നൽകിയ സത്യവാങ്മൂലം. സെൻസർ ബോർഡാണ് സിനിമ കാണേണ്ടത് എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. കേരളത്തിന് മാത്രമായി ഒരു അഭിമാനബോധമില്ല, രാജ്യത്തിൻ്റെതാണ് അഭിമാനബോധമെന്ന് നിർമ്മാതാക്കൾ വാദത്തിനിടെ നിലപാടെടുത്തു. മോനെ, സെൻസർ ബോർഡിനേക്കാൾ മുകളിലാണ് ഓരോ സംസ്ഥാനത്തിന്റെയും ഹൈക്കോർട്ടുകൾ. അതാദ്യം മനസ്സിലാക്കാനുള്ള ബോധം വേണം. രാജ്യസ്നേഹം അതിന്റെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റി. രാജ്യത്തെക്കാൾ വലുതല്ല സംസ്ഥാനം എന്നുള്ളത്. ഓരോ സംസ്ഥാനത്ത് നിന്ന് കിട്ടുന്ന നികുതി പണം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത് എന്നുള്ള ബോധം വേണം. പിന്നെ അതിന്റെ ഇടയിലൂടെ മറ്റേടത്തെ പരിപാടി കാണിക്കുമ്പോ എന്റെ പൊന്നെ സഹിക്കുന്നില്ല കേട്ടോ. ഇവനൊക്കെ അടുത്ത് കിട്ടിയ നന്നായിട്ടൊന്ന് ഉപദേശിച്ച് വിടായിരുന്നു. വസ്തുതാവിരുദ്ധമായ ഉള്ളടക്കത്തിന്റെയും വിദ്വേഷ പ്രചാരണം ലക്ഷ്യം വെച്ചുള്ള പ്രമേയത്തിന്റെയും പേരിൽ ഏറെ വിമർശനങ്ങൾ നേരിട്ട ചിത്രമാണ് 2024 പുറത്തിറങ്ങിയ കേരള സ്റ്റോറി. സിനിമയുടെ 2ാം ഭാഗമാണ് ഇപ്പോൾ റിലീസിനായി ഒരുങ്ങിയിരിക്കുന്നത്. കേരള സ്റ്റോറി 2ന്റെ ട്രെയിലറിലെ ഒരു രംഗമാണ് വ്യാപകമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. ഹിന്ദു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന മുസ്ലിം കഥാപാത്രങ്ങളെയാണ് ട്രെയിലറിൽ കാണിക്കുന്നത്. ഇന്ത്യ വൈകാതെ ഇസ്ലാമിക സ്റ്റേറ്റായി മാറുമെന്നാണ് ടീസറിൽ ഉണ്ടായിരുന്നത്. സിനിമയ്ക്കെതിരെ യുവജന പ്രസ്ഥാനങ്ങളും സർക്കാരും പ്രതിപക്ഷവും തുടങ്ങി മലയാളികളെല്ലാം മുന്നോട്ട് വന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിന്ന് ചിത്രത്തിനെതിരെ വിമർശനം ശക്തമാകുന്നുണ്ട്. ഈ സിനിമയ്ക്ക് എതിരെ സംസാരിക്കാത്ത ഒരൊറ്റ ടീം മാത്രമേ ഉള്ളൂ. അത് സംഘപരിവാറുകളാണ്. അവർക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, ഇവിടെ വിദ്വേഷം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം. അല്ലെങ്കിൽ ഈ കേരളത്തിൽ നടക്കാത്ത ഒരു കാര്യം, ആരെയും പിടിച്ചു കെട്ടിയിട്ടിട്ട് പന്നിമാംസവും കഴിപ്പിക്കാറില്ല, അതുപോലെ ബീഫും കഴിപ്പിക്കാറില്ല. അതാദ്യം മനസ്സിലാക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന, ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും. കേരളത്തിൽ അങ്ങനെയാണ്. മറ്റുള്ള സംസ്ഥാനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അവർ പശു തിന്നാതിരിക്കുന്നത് തേങ്ങ ചെയ്തോട്ടെ, ഞങ്ങൾ തിന്നും, ഞങ്ങളെല്ലാം തിന്നും. അതിൽ വലിയ ഡയലോഗ് അടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതിനെ എതിർക്കുന്ന സംഘികളടക്കം ഇത് കഴിക്കാറുണ്ട്. തലയിൽ മുണ്ടിട്ടൊക്കെ പോയി കഴിക്കേണ്ട അവസ്ഥ എന്നുള്ളതാണ്.
ഇവിടെ പ്രമുഖരായിട്ടുള്ള എല്ലാ BJP നേതാക്കന്മാരും സമ്മതിച്ചാണ്. പിന്നെ തിന്നതിന് ശേഷം ഉള്ളിയാണെന്ന് പറഞ്ഞാൽ മതി എന്നുള്ള ഉള്ളിസുരയുടെ ആ ഒരു സാധനം കൂടി വെക്കുമ്പോൾ സംഭവം എളുപ്പം. അതിനിടയിൽ ഇവര് പറഞ്ഞ സാധനമാണ് പശുവിനെടാ പറഞ്ഞ ബീഫല്ലടാ എന്നുള്ളത്. എന്നിട്ടാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ ഒരു കൂട്ടം പാവപ്പെട്ട മനുഷ്യന്മാരെ പോത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് വഴി തടഞ്ഞു വെച്ച് ആ പോത്തുകളെ കൊല്ലുകയും ആ മനുഷ്യന്മാരെ തല്ലിച്ചതയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ തിന്നണ ചാണകബുദ്ധി വെച്ചിട്ട് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നോ, ഞങ്ങൾ നല്ല ചോറാണ് തിന്നുന്നത്, അതുകൊണ്ട് ഞങ്ങളെ ബുദ്ധിയിൽ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി ഒരു ചർച്ചയിലേക്ക് കടക്കാം. സത്യത്തിൽ ആരാണ് ഇങ്ങനെ ഒരു ഹർജി കൊടുത്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഒരു മുസൽമാനല്ല, ഒരു ക്രൈസ്തവനല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഒരു പച്ചയായ മനുഷ്യനാണ്. അതൊന്ന് കാണാം. അൻസാരി, ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിൽ വായിൽ ഭക്ഷണം കുത്തിക്കരി കൊടുക്കാറുണ്ട്. ആർക്കാണ്? കുഞ്ഞുങ്ങൾക്കാണ്. അവർ ഭക്ഷണം കഴിക്കില്ല, അല്ലെങ്കിൽ അവിയലോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള പ്രോട്ടീനോ ഒന്നും കഴിക്കില്ല. അപ്പോൾ പിന്നെ വേറെ നിവൃത്തിയില്ല, വെല്ലം വായിൽ കുത്തിക്കരി കൊടുക്കലേ നിവൃത്തിയുള്ളൂ, ചിലപ്പോൾ തുപ്പിക്കളയും ചെയ്യും. ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ പറയായിരുന്നു, ഇവിടെ ശ്രീദേവ് നമ്പൂതിരി എന്ന ആൾ കൊടുത്ത ഹർജിയിലാണ് ഇവർക്ക് ആ നുണയുടെ ടീസർ പിൻവലിക്കേണ്ടി വന്നത്. കോടതി നാളെ സിനിമ കാണാൻ പോകുന്നു, കോടതിക്ക് ബോധ്യപ്പെടും, ഉറപ്പ്. കോടതിക്ക് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ശ്രീ അൻസാരി സൂരി, ഞാൻ ഈ പറയുന്ന ശ്രീദേവ് നമ്പൂതിരിയുടെ കാര്യം അന്വേഷിച്ചു. പാവ മനുഷ്യനാണ്, ഒരു ഒതുങ്ങി നീങ്ങുന്ന ആക്ടിവിസ്റ്റ് ഒന്നും അല്ലാത്തൊരു പാവ മനുഷ്യൻ. ശ്രീദേവ് നമ്പൂതിരി കോടതിയിലേക്ക് ഈ സിനിമ വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് പോയെങ്കിൽ കേരളം ഭദ്രമാണ്. ശ്രീ അൻസാരി, ഈ കാമാക്കിനൊക്കെ ഇവിടെ ഒന്നും വർക്കൗട്ട് ആവില്ല. രോമം എണീറ്റ്. അതാണ് എടോ, ഇവിടെ കുറെ നാറികൾ തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ചുക്കാൻ പിടിക്കാൻ പാകവണ്ണത്തിൽ ഇങ്ങനെയുള്ള കുറെ സിനിമകളും കൂടി വരുമ്പോ ഇവിടെയുള്ള സംഘികൾക്ക് അങ്ങ് കുരുപൊട്ടി, അമ്മോ എന്താണ് എന്റെ മക്കളെ, മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവിടെ അന്യോന്യം പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരുണ്ട്, അല്ലാതെ മതവിശ്വാസം കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്, വ്യത്യസ്ത രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, വ്യത്യസ്ത മനോഭാവമുള്ള ആളുകളുണ്ട്. എല്ലാവരും ചേർന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല പുഴയാണ് നമ്മുടെ കേരളം. അതിനിടയിലൂടെയാണ് കുറെ എണ്ണം ചാണകം ഒഴുക്കാൻ നോക്കുന്നത്. നടക്കൂ മക്കളെ, നടക്കൂല. അപ്പൊ ആരാ കേസ് കൊടുത്തേ? അപ്പൊ ആരാണ് ഹർജിക്ക് പോയത് നോക്കണം. ഒരു നമ്പൂതിരിയാ? ഇവിടെ നിങ്ങൾ മനുസ്മൃതിയെയൊക്കെ ഭയങ്കര നെഞ്ചിലോട്ട് ചേർത്ത് വെക്കുന്നല്ലേ? മനുസ്മൃതിയിൽ ആർക്കാണ് സ്ഥാനം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ മനസ്സിലാക്കണം, പച്ചയായ മനുഷ്യന്മാര് കേരളത്തിനുള്ളിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത്. ഈ സംഘികളുടെ എണ്ണം വളരെ വലുതാവുമ്പോ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇനി അൻസാരി ഉസ്താദ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി കേൾക്കാം. ബഹുമാനപ്പെട്ട ഷാഹു പ്രസാദ് എടുത്തുന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കലാവിഷ്കാരം, ആവിഷ്കാര സ്വാതന്ത്ര്യം. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഏകപക്ഷീയമായി പോകരുത് എന്നുള്ള എൻ്റെ അഭിപ്രായം. ഷാഹു പ്രസാദ് ഹൃദയം തുറന്നൊന്ന് കേട്ടാൽ ആ കാര്യങ്ങൾ മനസ്സിലാകും. ഈ ചർച്ച ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ആശയത്തിൻ്റെ പ്രതിനിധിയാകുമ്പോൾ ആ ആശയത്തെ എങ്ങനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഷാഹു പ്രസാദ് പറയുന്നതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രഷർ കൂടേണ്ടി വരുന്ന ഒരു ദുർഘട സാഹചര്യമാണ്. അതേസമയത്ത് ഒരു സ്വതന്ത്രമായി മനസ്സ് തുറന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂതകാലം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പം ഏറ്റവും അടുത്ത് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പാടില്ല എങ്കിൽ എത്ര സ്ഥലത്താണ് അതിന് കത്തിവെച്ചത്? 2002 ഫെബ്രുവരി മാസത്തിലാണ് ഗുജറാത്ത് കലാപം നടക്കുന്നത്. അന്ന് നരേന്ദ്രമോദി ആയിരുന്നു അവിടുത്തെ മന്ത്രി അല്ലേ. ആ മന്ത്രി കണ്ണടച്ചു കൊടുത്തതിന്റെ ഭാഗമായിട്ട് 3 ദിവസം അഴിഞ്ഞാടം ബാബു ബജറാങ്കിക്ക് അവസരം കൊടുത്തപ്പോ അയാൾ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകളൊക്കെ BBC ന്യൂസിലൂടെ നമ്മൾ ഒളിക്യാമറ വീഡിയോ ആയിട്ട് കണ്ടു. സുപ്രീം കോടതിയിൽ അതൊക്കെ എത്തി. പക്ഷേ അതൊന്നും കോടതി പരിഗണിച്ചില്ല. നരേന്ദ്രമോദിക്ക് ക്ലീൻ ചീറ്റ് കൊടുത്തു. അതാണ് നമ്മുടെ നാട്. നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു ഇനിയും മുന്നോട്ട് പോകുമ്പോൾ. അത് മനസ്സിലാക്കണം. നിങ്ങൾ ആരാണ് നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം ശബരിമല വിഷയത്തിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാണ് ഹർജിക്ക് പോയത്? BJP-ക്കാർ തന്നെയാണ്. അതെല്ലാവർക്കും അറിയാം. പക്ഷെ ആരും മിണ്ടില്ല. അതൊക്കെ മറ്റുള്ള ആളുകളുടെ തലയിലേക്ക് കയറ്റിവെച്ച് നുണപ്രചരണം നടത്തുക. അതായത് നുണകൾ കൊണ്ട് ചരിത്രം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലെ BJP-ക്കാര്. ഇവർക്ക് സ്വാതന്ത്ര്യ സമരവുമായിട്ടും ഒരു ബന്ധവുമില്ല. നമുക്കറിയാം PC ജോർജിനെ പോലെയുള്ള ആളുകളൊക്കെ മഹാത്മാഗാന്ധിയൊക്കെ അവഹേളിക്കുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവർക്ക് യാതൊരു പങ്കും ഒന്നിലുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ രാജ്യം കുട്ടിച്ചോറാക്കാൻ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പശുക്കളെ കുറിച്ചാ പറയുന്നത്, അല്ലാതെ പോത്തുകളെ കുറിച്ചല്ല എന്ന് പറയുന്ന അതേ ആളുകൾ തന്നെ പോത്തുമായി പോകുന്ന ആളുകളെ അടിച്ച് കൊല്ലുന്ന അവസ്ഥ. ഇത് ഇന്നലെയും നടന്നു, മിനിഞ്ഞാന്നും നടന്നു, എന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ പരിപ്പ് കേരളത്തിൽ വന്ന് തിളപ്പിക്കാൻ നോക്കണ്ട. തിളച്ച വെള്ളം നിന്റെ മുഖത്ത് വന്ന് വീഴുന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ചില സംഘികൾക്ക് ഇടുന്ന് കൊടുന്ന് ഇങ്ങനെ കുരുപൊട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, എന്തിനാണെന്ന് അറിയില്ല. ഓക്കെ, ഇനി വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് എമ്പുരാൻ എന്ന സിനിമ കത്രിക വെച്ചു? ബാബു ബജ്റാങ്കി, നരേന്ദ്രമോദി, ഈ ഒരു കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോ മനുഷ്യന്മാരത് മനസ്സിലാക്കരുത് എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് പറഞ്ഞതാണ്. നമുക്കറിയാമല്ലോ, അവരിഷ്ടമുള്ളതിൽ കത്രിക വെക്കട്ടെ. നമുക്കിവിടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ, ഇറക്കാം നല്ല 1.5 ഗർവാ പേസ് സിനിമകൾ.
ബീഫ് വായിൽ കുത്തി കയറ്റി കൊടുക്കുന്നൊരു സംഭവം. നിഷ്പക്ഷമായി ഷാബു പ്രസാദ് ഈ ചാനൽ ചർച്ചയെല്ലാം കഴിഞ്ഞ് സ്വതന്ത്രമായി രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന കാര്യത്തെ ഒന്ന് അനലൈസ് ചെയ്യണം. എവിടെയെങ്കിലും വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇനി പോട്ടെ, ഒരു സ്വബോധമില്ലാത്ത ഒരു ഭ്രാന്തനായ ഒരു മുസൽമാൻ, അയാൾക്ക് സ്വബോധമില്ലാതെങ്കിലും ഏതെങ്കിലും ഒരു ബീഫ് കഴിക്കാത്ത മനുഷ്യന്റെ വായിലേക്ക് ബീഫ് കുത്തിക്കയറ്റിയ ഒരു സംഭവം ജന്മഭൂമിയിലെങ്കിലും ജനൻ ടിവിയിലെങ്കിലും അങ്ങനെ ഒരു വാർത്ത വന്നത് ഷാബു പ്രസാദ് സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. ശ്യാമപ്രസാദ് ഒക്കെ വെറുതെ കിടന്ന് കൊണക്കുന്ന മനുഷ്യന്മാരാ. അയാൾക്കൊക്കെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നുണ്ടാവും. അതിന്റെ പുറത്താണ് ഈ നുണകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഏത് പെൺകുട്ടിയാണ് കേരളത്തിൽ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയില്ല. അപ്പൊ പറയും അത് സിനിമയല്ലേ എന്നുള്ളത്. അങ്ങനെ ഇല്ലാവചനങ്ങൾ നമ്മുടെ നാടിന്റെ പേരും വെച്ചുകൊണ്ട് ചെയ്യരുത് എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇതേ നാട്ടിൽ നിൽക്കുന്ന ആളുകൾ നമ്മുടെ തോളത്തിരുന്ന് ചെവിയുന്ന അല്ലേ? അങ്ങനെയല്ലേ അതിന് പറയാ? ഈ നാട്ടിൽ നിൽക്കുന്ന ആളുകൾ ഈ നാടിനെ കുറിച്ച് മറ്റാരെങ്കിലും എന്തെങ്കിലും നുണകൾ പറയുമ്പോൾ, എന്തെങ്കിലും ഇല്ലാവചനങ്ങൾ പറയുമ്പോൾ അതിനെ എതിർക്കുന്നവരായിരിക്കണം. പക്ഷെ അതല്ല വേണ്ടേ, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കേരളം പിടിച്ചടക്കണം എന്നുള്ള ആ ഒരു മണ്ടത്തര വിശ്വാസം കൊണ്ടാണ് ഈ പൊട്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊന്നും ഈ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഇത് ജനാധിപത്യ രാജ്യമാവണമെന്നും മതേതര രാജ്യമാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുള്ള നാടാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹിന്ദു രാജ്യമാക്കാനൊന്നും ഇവിടെയുള്ള ആളുകൾക്ക് താല്പര്യമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ കുറെ പൊട്ടന്മാരുണ്ട്, അവർക്കൊന്നും വർത്താനം പോലും പറയാറില്ല. കുറെ സംഘികള്, അവർക്ക് സ്വന്തം അച്ഛൻ ആരാണെന്ന് അറിയില്ലേ, അമ്മ വഴിയിലൂടെ പോകുന്ന ആളുകളൊക്കെ അതാണെന്ന് പറഞ്ഞിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറെ ചാണകങ്ങളുണ്ട്. അവരിങ്ങനെ വന്ന് കമന്റ് അടിക്കുന്നത് കാണുന്നുണ്ട്. അതായത് ആ സംശയങ്ങൾ തന്നെയാണ് അവർ കമന്റ് അടിക്കുക. അത് മറ്റുള്ള ആളുകളുടെ തലയിലേക്ക് അത് കയറ്റി വെച്ചിട്ട് അടിച്ചു കൊടുക്കും എന്നുള്ളതാ. അതന്നെ, അവർക്ക് തന്നെ അതൊരു ബോധമില്ല എന്നുള്ളതാ. അപ്പൊ തെറി വിളിച്ചുകൊണ്ടല്ല മറുപടി തരേണ്ടത്. അത് അറിയില്ല അവർക്ക്. ഒന്ന് പറഞ്ഞ് രണ്ടാമത് ചാണകം വാരി തിന്നുക, ഒന്ന് പറഞ്ഞ് രണ്ടാമത് ഗോമൂത്രം സേവിക്കുക, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് തെറി വിളിക്കുക. ഇതൊക്കെയാണ് അവരുടെ ഒരു രീതി. ഈ ബീഫും മുസൽമാനുമായിട്ട് എന്ത് ബന്ധം? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അനുവർത്തിക്കാനുണ്ട്. ഇസ്ലാമും ബീഫുമായിട്ട് എന്ത് ബന്ധം? പലപ്പോഴും അങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇസ്ലാമിൽ ഒരു മനുഷ്യൻ കഴിക്കുന്ന ആഹാരം ഹലാലാവണമെന്ന് മാത്രമേ ഉള്ളൂ. ചുറ്റുവട്ടത്തുള്ളവരൊക്കെ കഴിക്കുന്നതൊക്കെ ഹലാലാകണം, അങ്ങനെ ആക്കണം എന്നൊരു നിർബന്ധമില്ല. അവൻ കഴിക്കുന്നത് അവൻ അധ്വാനിച്ചുണ്ടാക്കിയതും അതുപോലെ തന്നെ അവനിക്ക് മറ്റുള്ളവർ വകവെച്ച് കൊടുത്തതുമായ ആഹാരം കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റൊരാളെ വായിൽ കുത്തിക്കയറ്റി കൊടുക്കലോ അല്ലെങ്കിൽ മറ്റൊരാളെ ആഹാരം, ഇപ്പോൾ പന്നിമാംസം, അതിൻ്റെ ഇടയ്ക്ക് ചർച്ച വന്നാൽ പന്നിമാംസം, എവിടെങ്കിലും ആരെങ്കിലും ഒക്കെ പന്നിമാംസം കഴിക്കുന്നതോ ആരെങ്കിലും വായിൽ കുത്തിക്കയറ്റി അല്ലെങ്കിൽ ആരെങ്കിലും ഈ പന്നിമാംസം കഴിച്ചതിന് പേരിൽ ആക്രമിക്കുകയോ ഇവിടെ സ്റ്റാൾ ഇടാൻ പാടില്ല, അങ്ങനെ തുടങ്ങി എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ കേരളത്തിൽ, ലോകത്തിൽ തന്നെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ട്. ദുബായിലൊക്കെ പല മാളുകളിലും പന്നിമാംസം അനുവദനീയമാണ്, അവർക്ക് കഴിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാമല്ലോ, ഇസ്ലാമിക കൺട്രീസ് വരെ. അപ്പൊ ഇങ്ങനെയൊക്കെ നന്നായി പോകുന്ന ഒരു നാട്ടിൽ പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ച് സമൂഹത്തിനിടയിൽ വലിയൊരു വെറി ഉണ്ടാക്കുന്നത് വഴി എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവരുദ്ദേശിക്കുന്ന കാര്യം ഇത്ര തന്നെ, എങ്ങനെയും പിടിച്ച് കയറണ്ടേ, വർഗീയത തന്നെ വിറ്റ് കാശാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കളി കളിക്കുകയാണെന്നുള്ളതാ. പക്ഷെ നടക്കുന്നില്ല. ഇവർ ഈ വിഷയം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞ കമന്റ് എന്താ അറിയോ? ഞാൻ ചെയ്ത വീടിന്റെ അടിയിലൊക്കെ വന്ന കമന്റ് ഇതാണ്: പോർക്ക് ഫെസ്റ്റ് നടത്ത്, ആണത്തമുണ്ടെങ്കിൽ അത് ചെയ്യ്, ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ത് വലിയ പൊട്ടന്മാരാന്ന് ആലോചിച്ചൊക്കെ. എന്റെ വീടിന് ചുറ്റിലുള്ള ആളുകൾ ഈ പോർക്കൊന്നും സ്ഥിരം കഴിക്കുന്ന ആളുകളല്ല, വല്ലപ്പോഴും കിട്ടിയാ കഴിക്കുന്നല്ല. അത് നമുക്കൊന്നും ഇതിനോട് വലിയ താല്പര്യമില്ല. എന്റെ നാട്ടിന്റെ കാര്യം ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുണ്ട്, കുന്നംകുളം വരെ പോവാ, അത്ര വലിയ ദൂരം ഒന്നും വേണ്ട, അരമണിക്കൂർ കൊണ്ട് പോവാ, അത്രേ ഉള്ളൂ. അതൊക്കെ കിട്ടും. പക്ഷെ ഈ ഒരു ഫുഡിനോട് നമുക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ എന്തിനത് കഴിക്കണം? നമ്മൾ എന്തിനാ അത് ഫെസ്റ്റ് വെച്ച് നടക്കുന്നത്? ഇപ്പോ എന്തെങ്കിലും ഒരു വിഷയം പോർക്കുമായി ബന്ധപ്പെട്ടുണ്ടോ? ഭാവിയിൽ വരും. അത് വരാഹമൂർത്തിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം അവിടെ വരാൻ കിടക്കുന്നുണ്ട്. അതൊക്കെ അണിയറയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്രൈസ്തവരായ ചില ആളുകളുണ്ട്, ക്രിസംഗികളായിട്ടുള്ള ആളുകൾ, മുസംഗികളും ഉണ്ട്, ക്രിസംഗികളും ഉണ്ട്. അപ്പൊ ഈ ക്രിസംഗികളെ ഭാവിയിൽ നിങ്ങൾക്ക് ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന സമയം വരില്ലേ, അന്ന് ഞങ്ങൾ ആ ഫെസ്റ്റ് നടത്തിക്കോളാം. മുസ്ലിങ്ങളെ കൊണ്ട് പന്നിയെ തീറ്റിക്കാൻ ഞങ്ങൾ എന്തായാലും തയ്യാറല്ല. അതുപോലെ തന്നെ ബീഫ് കഴിക്കാത്ത ആളുകളെ കൊണ്ട് അത് കഴിപ്പിക്കാനും ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ കഴിച്ചോളാം. ഞങ്ങൾ കഴിക്കുന്നത് നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോ നിങ്ങൾ തന്നെ പറയുന്ന കുറെ വാക്കുകളാണ്. എന്ന മലപ്പുറം ജില്ലയിലോ നിങ്ങളൊരു പന്നി സ്റ്റാൾ തുടങ്ങടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ കമന്റ് ഇടുന്നുണ്ട്. എടാ, ഒരു ബിസിനസ് നടത്തുന്നത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാ, അതിലൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ? ഇവിടെ അത് തിന്നുന്ന ആളുകളില്ലെങ്കിൽ നീ ഇവിടെ കൊടുന്ന് ഇങ്ങനത്തെ സ്റ്റാൾ ഇട്ടിട്ട് എന്താ കാര്യമുള്ളത്? ഇനിയിപ്പോ ഞാൻ ഇട്ടിട്ട് എന്താ കാര്യമുള്ളത്? വിജയിക്കില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ അങ്ങനെ കമന്റ് ഇടുന്ന ആളുകൾ എവിടെന്നെങ്കിലും കുറച്ച് പൈസ ഒക്കെ സമ്പാദിച്ച് നിങ്ങൾ വാ, നിങ്ങൾ ഇവിടെ ഒരു സ്റ്റാൾ തുടങ്ങിക്കോ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ അത് കഴിക്കുന്ന ആളില്ലെങ്കിൽ നിന്റെ കയ്യിൽ വല്ല ബ്ലാക്ക് മണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നിനക്ക് അങ്ങനെ പിടിച്ചു നിന്ന് പോവാ. അല്ലാത്ത ആളുകളുടെ അവസ്ഥ ആലോചിച്ചൊക്കെ. അപ്പോ വകതിരി വട്ടപൂജ്യമായിട്ടുള്ള കുറെ സംഘി കാഷ്ടങ്ങളുണ്ട്. ഞാനത് കൂടുതലായിട്ടൊന്നും വർണ്ണിക്കുന്നില്ല. ഈ കേരള സ്റ്റോറിയുടെ സന്ദേശം മതപരിവർത്തനമാണല്ലോ നമ്മുടെ നാട്ടിൽ ചർച്ച. നോക്കൂ, നിങ്ങൾ RSS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സംഘടന 100 വർഷമായി ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നു. ഇത്തരം കാര്യങ്ങൾക്ക് തടയിടാൻ ആത്മീയമായ രൂപത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനാ ബലം കൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചില്ലേ? ഈ തെറ്റിദ്ധാരണ, ഈ കള്ളം, ഷാബു പ്രസാദ് സാറിന് പോലും അറിയാം ഇത് 100% കള്ളമാണ് എന്നുള്ളത്.
ബീഫ് കുത്തിക്കയറ്റി കൊടുക്കുക. അല്ല സെൻസാരി അത് വെറുതെ കള്ളമാണെന്ന് പറയണ്ട. നിർബന്ധമായി ഇങ്ങനെ മതപരിവർത്തനം നടത്താൻ അല്ല സെൻസാരി അത് വെറുതെ കള്ളമാണെന്ന് പറയണ്ട. ഇവിടെ കേരളത്തിലെ ഹൈക്കോടതി പറഞ്ഞു അങ്ങനെയില്ല. ഉദാഹരണം പറഞ്ഞാൽ രാജ്യത്തെ സുപ്രീം കോടതി പറഞ്ഞു പിടിച്ചുകൊണ്ട് നീ ഹിന്ദു മതം സ്വീകരിക്കണം എന്നൊരാൾ പറഞ്ഞെന്ന് വിചാരിക്കുക. അയാൾ എന്നെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി, ഞാൻ തൊഴുതെന്ന് വിചാരിക്കുക. അയാൾക്ക് എങ്ങനെ എന്നെ ഹിന്ദു വിശ്വാസിയാക്കാൻ പറ്റും? എന്റെ പൊന്നുസ്താദെ, അവർക്ക് അതിന് മറുപടി തരാൻ കഴിയില്ല. കാരണം അവര് വെറുതെ കിടന്ന് തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ്. എന്താ സംഭവിക്കുന്ന പോലും അറിയില്ല എന്നുള്ളതാ. കേരള സ്റ്റോറി എന്ന സിനിമയുടെ ടീസറിൽ എന്താ സംഭവിച്ചെന്ന് പോലും അവർക്ക് അറിയില്ല എന്നുള്ളതാ. കേരള സ്റ്റോറി എന്നൊരു സിനിമ വരുന്നു, 33,000 പെൺകുട്ടികൾ സിറിയയിലേക്ക് ആടുമേക്കാൻ പോയി എന്നുള്ള നുണകൾ പറയുന്നു. അത് സുപ്രീം കോടതി തന്നെ വിധി വരികയാണ് അത് നുണയാണ് എന്നും വെറും 3 പേരുടെ കഥയാണ് ഈ പറയുന്നത് എന്ന് വ്യക്തമായി പറയുമ്പോൾ ഇവിടെയുള്ള ആളുകൾ നിരന്തരം പറയുന്ന കാര്യങ്ങൾ ഇതാണ്: ലവ് ജിഹാദാണ്, അതാണ്, ഇതാണ് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ RSSകാർ മതം മാറ്റിയ ഒരുപാട് പെൺകുട്ടികളുണ്ട്, മുസ്ലിം മതത്തിൽ നിന്നും ക്രൈസ്തവരിൽ നിന്നൊക്കെ വന്നവര്. അതൊക്കെ കുത്തിപ്പൊക്കുക ആൾക്കാർ. അത് ആദ്യം മനസ്സിലാക്കുക. എന്താ നിങ്ങളുടെ കയ്യിൽ മാത്രമേ കണക്കുണ്ടാവുള്ളൂ? കണക്കുകൾ നേരത്തെ വലിയ പണിയൊന്നുമില്ല. സ്വന്തം വീടിന്റെ ചുറ്റളവിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയാൽ കാണാൻ കഴിയും എത്ര ആളുകൾ മുസ്ലിം പെൺകുട്ടികളെ ഹിന്ദു ആക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ വെറുതെ തമാശ പറഞ്ഞൊന്നുമില്ല, ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഉദാഹരണം പോലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെന്നുള്ളതാണ്. അതൊക്കെ ആദ്യം മനസ്സിലാക്കുക. ഇനി ഒരാൾക്ക് ഒരു മതം ഇഷ്ടപ്പെട്ട ആ മതത്തിലേക്ക് പോകുന്നതിൽ ഭരണഘടനാപരമായിട്ടൊരു തെറ്റില്ല. എനിക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഭരണഘടന അനുവദിക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന ഒരു ക്രൈസ്തവ പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഹിന്ദു ആവണമെന്ന് തോന്നുകയാണെങ്കിൽ ഹിന്ദു ആവുന്നതിൽ ഒരു നിയമ തടസ്സമില്ല. അതിന്റെ ഇടയിൽ ഗുജറാത്ത്, രാജസ്ഥാനിലൊക്കെ പുതിയ നിയമം അവരുടെ സംസ്ഥാനങ്ങൾ കൊണ്ടുവന്നു. മുൻകൂട്ടി ജില്ലാ കളക്ടറുടെ അടുത്ത് 30 ദിവസം മുൻപ് അറിയിക്കണത്രേ ഇന്ന മതത്തിലേക്ക് ഞാൻ പോവുകയാണ് എന്നുള്ളത്. സുപ്രീം കോടതി തടയണം ഇട്ടു. അതില് സുപ്രീം കോടതി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൗലിക അവകാശമാണ്, അതിൽ കൈകടത്താൻ ഒരു സംസ്ഥാന സർക്കാരിന് അവകാശമില്ല. അവർക്ക് ഇഷ്ടമുള്ള മതം എപ്പോൾ വേണമെങ്കിലും മാറാന്നുള്ളത്. അതോടുകൂടി മൂഞ്ചി. പക്ഷേ ഇപ്പോഴും കേസ് നടക്കുക. ഗുജറാത്തിന് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറി. UP ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല എന്ന രീതിയിൽ ഭയങ്കര ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക. മതം മാറുന്നതിന് 30 ദിവസം മുമ്പ് ജില്ലാ കളക്ടർ അടുത്ത് പോയിട്ട് തഹസിൽദാർ അടുത്തൊക്കെ പോയിട്ട് അവിടെ പേപ്പർ എഴുതി കൊടുക്കണം എന്നതിന് ശേഷം തീരുമാനിക്കും. അതിന്റെ ഇടയിൽ അവരെന്തെങ്കിലും ഉപദ്രവിക്കാനുള്ള പരിപാടി തന്നെ, വേറെന്ത്. ഇനി ഇരിക്കുന്ന രാഹുൽ ഈശ്വരനെ തന്നെ ഞാൻ ഇങ്ങനെ സോപ്പിട്ട് പല കാരണങ്ങളെ പറഞ്ഞ് പിന്നീട് ഭീഷണിപ്പെടുത്തി നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ മനസ്സിൽ ശ്രീകൃഷ്ണനും മറ്റു ഭഗവാന്മാരുമാണെങ്കിൽ അങ്ങനെ മുസ്ലിമാകുക. വിശ്വാസം എന്നത് മനുഷ്യന്റെ ഹൃദയത്തിലുള്ള സംഗതിയിൽ പിന്നെ അങ്ങനെ ഒരു മനുഷ്യൻ ഒരു നിർബന്ധം മതപരിവർത്തനം എന്ന് പറഞ്ഞ സാധനം തന്നെ അപ്രസക്തമാണ്, അടിസ്ഥാനരഹിതമാണ്. അതുപോലും നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിശൂന്യമായ അഭിപ്രായം മനസ്സിലാവും. പിന്നെ 3 പേര് രാഹുൽ ഈശ്വരൻ എടുത്ത് പറഞ്ഞൊരു വിഷയമാണ്. 3 പേര് നമ്മുടെ നാട്ടിൽ നിന്ന് സിറിയയിലേക്ക് പോയെന്ന് പറയുന്നു. ഈ നാട്ടിൽ നിന്ന് അങ്ങനെ പല ആളുകളും പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ചെറുപ്പക്കാരികളായ 2 പെൺകുട്ടികളും ഒരു യുവാവും കൂടി ഉത്തരാഖണ്ഡിൽ പോയി. എന്തിനാണെന്നറിയോ? മോക്ഷം കിട്ടുമെന്ന് ഒരു ജ്യോത്സ്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോവുകയും സൂയിസൈഡ് ചെയ്യുകയും പിന്നീട് ആ വാർത്ത ഭയങ്കര സംഭവമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നു. പക്ഷേ ഒരു ദിവസത്തെ ആയുസേ അതിനുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ടൈം ഓഫ് ഇന്ത്യ കൊടുത്തൊരു വാർത്ത, മധ്യപ്രദേശിൽ മാത്രം 1.25 ലക്ഷം സ്ത്രീകളാണ് മിസ്സിംഗ്. അതിൽ 50,000 പേരെ കുറിച്ച് ഒരു വിവരമില്ല. ഡൽഹിയിൽ 15 ദിവസത്തിനിടെ 800 പെൺകുട്ടികളാണ് മിസ്സായിട്ടുള്ളത്. ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ പല കോണുകളിൽ അങ്ങനെ പെൺകുട്ടികൾ മിസ്സാകുന്നുണ്ട്. ഇവിടെ 3 പെൺകുട്ടികൾ മിസ്സായിട്ടുണ്ട് എങ്കിൽ അതൊരു മതത്തിന്റെ തലയിൽ വരുന്ന എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഇവിടെയുള്ള മുസ്ലിം സമൂഹം മുഴുവൻ ഒരു ഉത്തരവാദിത്തം പറയണം. മുസ്ലിങ്ങളാണ് അതിന്റെ പ്രതി. ഇപ്പൊ എന്റെ വീട്ടിൽ എനിക്ക് 2 പെൺകുട്ടി ഒരു ആൺകുട്ടിയാണ്. അവരാരും ഇവിടെ പോയിട്ടില്ല. ഇങ്ങനെ ഇത്രയും ഇവിടെ പോകാതിരിക്കുന്നവരെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? പോകാതിരിക്കുന്നവർക്ക് പോകാതിരിക്കാൻ ഒരു കാരണം ഉണ്ടല്ലോ, അതും ചർച്ച ചെയ്യപ്പെടണമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കുന്നവർ ഇവിടെ സമാധാനത്തോടെ എക്കാലത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഏതെങ്കിലും 1-2 വിഷയങ്ങൾ പറഞ്ഞു രാഹുൽ ഈശ്വരമായി പറഞ്ഞ സംഗതിയുണ്ട്. അതന്നെയാണ് ചോദ്യം. ഒരാളൊരു മതവിശ്വാസിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അയാളെ പിടിച്ച് കെട്ടിയിട്ട് മറ്റൊരു മതത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാളുടെ പഴയ വിശ്വാസങ്ങൾ അയാളുടെ നെഞ്ചിനകത്ത് കിടക്കുന്നുണ്ടാവും. അയാൾക്ക് ഒരിക്കലും നിർബന്ധിച്ച് മതം മാറ്റിയ മതത്തിലേക്ക് ചേരാൻ കഴിയില്ല. ഒരു കാര്യമില്ല. ഇസ്ലാം മതവും പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഒരാൾ സ്വമേധയാ ആ മതം ഇഷ്ടപ്പെട്ട് വരണം, എന്നിട്ട് ആ മതത്തെക്കുറിച്ച് പഠിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് എല്ലാ മതങ്ങളും പറയുന്നത്. പക്ഷെ എല്ലാ മതങ്ങളും പറയുന്ന കാര്യം ഒന്നാണ് കേട്ടോ, സ്നേഹം എന്നുള്ളതാണ്. പക്ഷെ ചില ആളുകൾ മനസ്സിലാക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ചില വിഡ്ഢികളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അത്ര തന്നെ. പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ബഹുവൽക്കരിച്ച് കാണിക്കുമ്പോൾ കേരളത്തിൽ ഇങ്ങനെയാണ് എന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന സംഘികൾ കേരളത്തിനകത്ത് തന്നെയുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയും മാത്രമേ ഉള്ളൂ. അവരിങ്ങനെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭരണം എങ്ങനെയെങ്കിലും ഇവരുടെ കൈകളിലേക്ക് എത്തിക്കണം, എന്നിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥയിലേക്ക് നമ്മളെയും കൂടി കൂപ്പുകുത്തിക്കണം. ഇതാണ് ലക്ഷ്യമിടുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ നികുതി പണം നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോൾ, നമ്മുടെ ഓരോ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തിരിച്ചു ചോദിക്കുമ്പോൾ പോലും തരാൻ തയ്യാറല്ല എന്നാ പറയുന്നേ. നമുക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നോട്ട് നിരോധനം കൊണ്ട് തന്നെ നമ്മൾ ആകെ കുടുങ്ങി എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാം. ഒരുപാട് പൊട്ടത്തരങ്ങൾ ഈ നരേന്ദ്രമോദി സർക്കാർ ഇവിടെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നും ഇവിടെ ആരും ഇല്ല എന്നുള്ളതാടോ. മുസ്ലിങ്ങൾക്ക് നേരെയാണെങ്കിലും ക്രൈസ്തവർക്ക് നേരെയാണെന്നുണ്ടെങ്കിലും ദളിതർക്ക് നേരെയാണെന്നുണ്ടെങ്കിലും കാലങ്ങളായിട്ട് ഇവര് ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
അത് ആദ്യം മനസ്സിലാക്കുക. ആരാധനാലയങ്ങൾക്ക് നേരെയും ഇവര് അക്രമം അഴിച്ചു വിടുന്നുണ്ട്. അത് ക്രൈസ്തവരുടെ പള്ളിക്ക് നേരെയാണെന്നുണ്ടെങ്കിലും മുസ്ലിങ്ങളുടെ പള്ളികൾക്ക് നേരെ ആണെന്നുണ്ടെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ പച്ചയായ സത്യങ്ങളാണ്. അപ്പൊ അത്തരം സത്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നമ്മൾ തെളിവ് സഹിതം തന്നെ തുറന്നു കാണിക്കുമ്പോൾ എന്നെയൊക്കെ ആളുകൾ പിടിച്ച് സുഡാപ്പിയാക്കുന്നതൊക്കെയാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി. എന്തെങ്കിലും ആവട്ടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് തന്നെ അവന്റെ പിതാവ് എന്താന്ന് അറിയുണ്ടാവില്ല. അതുകൊണ്ടാണ് മറ്റുള്ള ആളുകളുടെ തലയിലേക്ക് അത് കയറ്റി വെച്ച് കമന്റ് ഇടുന്നത്. ആ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് മുമ്പിലുള്ള കാര്യം അല്ല, ഇത് ബി ജെ പി കൂടി എതിർക്കേണ്ടതല്ലേ? കേരളത്തിൽ അങ്ങനെയല്ല, നമ്മുടെ കേരളം അങ്ങനെയല്ല എന്ന് ബി ജെ പി കൂടി പറയാനുള്ള ബാധ്യത ബി ജെ പിക്കില്ലേ? ബാക്കി എല്ലാ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ പോലെയാണ് കേരളം. പല സിനിമയിലും കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, അതുപോലെയാണ് കേരളം. ആദ്യം പോയിട്ട് മോനെ നല്ല അരിഭക്ഷണം കഴിക്കുക, കുറച്ച് ബോധം വരും. മറ്റുള്ള സിനിമകളിൽ കേരളത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് കേരളത്തെ കുറിച്ച് പറഞ്ഞ തെറ്റാട്ടാന്ന് പറയാം. കേരള സ്റ്റോറി എന്ന പേര് ഇട്ടിട്ട് കേരളത്തെ അപമാനപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരുടെ ഒരു ഇതാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഒരു കാര്യം മാത്രം, ഇത് ഓരോ സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും കാര്യമാണ്. അത് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം. ഒരു സിനിമയിൽ ഒരു സാധനം ഇതുപോലുള്ള കേരളം, മറ്റേ സിനിമ വേറെ കാര്യം ഇതുപോലുള്ള കാരണം. ഇതിന്റെ കേരളം എങ്ങനെയാണെന്ന് കേരളത്തിലെ ആൾക്കാർക്ക് അറിയാം. അതെ, കേരളം എങ്ങനെയാണ് എന്ന് കേരളത്തിലുള്ള ആളുകൾക്ക് അറിയാം. നീ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഒരു കസേരയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരിക്കുന്നേ, അങ്ങ് നിയമസഭയിലേക്കൊന്നും എത്താൻ കഴിയാത്ത രീതിയിൽ ബുദ്ധിമുട്ടുന്നേ. അതാണ് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രുക്കൾ എന്നുള്ളത്. കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ വരുന്നതിന് മുന്നേ തന്നെ അതിനെ തടുക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ബി ജെ പിക്കാരില്ല. കാരണം മുസ്ലിങ്ങൾക്ക് നേരെയാണ് ഈ ഒരു ആയുധം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ആയുധം അവർക്കും ആവശ്യമാണെന്നുള്ളതാണ്. കാലങ്ങളായിട്ട് മുസ്ലിങ്ങളെ വേട്ടയാടുന്ന ആളുകളാണല്ലോ ഇവര്. അപ്പൊ ഇവർക്ക് അത് വേണം. കണ്ടന്റിനെ ബി ജെ പി അംഗീകരിക്കുന്നില്ല. സിനിമയുടെ കണ്ടന്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗീകാരം നോക്കിയിട്ടാണ്. അതെന്തിനാ എനിക്ക് സിനിമ, ഞാനിത് ഏതെങ്കിലും ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ പോലെ. ഞാൻ എമ്പുരാൻ സിനിമ വന്നപ്പോഴും ഞാൻ അതാണല്ലോ പറഞ്ഞത്. ഞാൻ അതാണല്ലോ പറഞ്ഞത്, സിനിമയെ നിങ്ങൾ സിനിമയായിട്ട് കണ്ടാൽ മതി. സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി. ഓക്കെ, ഇല്ലാവചനങ്ങൾ പറയുമ്പോ നമ്മൾ മിണ്ടാതെ അത് സിനിമയാണ് കേട്ടാ എന്ന് പറഞ്ഞാൽ മതി. നാളെ ഏതെങ്കിലും ഒരു നേതാവിന്റെ തന്തയെ മാറ്റി പറയുന്ന ഒരു സിനിമ വരികയാണ്, അയാളുടെ പേര് വിട്ടുകൊണ്ട് തന്നെ. പക്ഷെ കഥാപാത്രങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വെറും സാങ്കല്പികമാണ് എന്ന് എഴുതിയാൽ മതിയല്ലോ. എന്നിട്ടൊരു നുണ പറഞ്ഞാൽ, ഒരു വൃത്തികേട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിച്ച് കൊടുക്കണം എന്നാണോ പറയുന്നത്? ഇതിനൊന്നും ബോധം പറഞ്ഞ സാധനം ഇല്ലടോ. എമ്പുരാൻ എന്ന സിനിമയായിട്ട് കണ്ട ഒരൊറ്റ വ്യക്തി ഇയാൾ മാത്രമാണ് കേട്ടോ. ബാക്കിയുള്ള ബി ജെ പി നേതാക്കന്മാരൊക്കെ കണ്ടത് അതിൽ യഥാർത്ഥ ബാബു ബജറംഗി അങ്ങ് കണ്ടു, യഥാർത്ഥ നരേന്ദ്രമോദിയുടെ റോൾ അങ്ങനെ ഓർമ്മ വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ 2002 ഗുജറാത്ത് കലാപം ആരും മറക്കണ്ട. അത് ഈ മാസമാണ് നടന്നിട്ടുള്ളത്. ആ ദിവസം വരുന്ന സമയത്ത് നമുക്ക് അതിനെ കുറിച്ചും കൂടി റിയാക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോ കേരള സ്റ്റോറിയുടെ സംവിധായകനും പ്രൊഡ്യൂസറൊക്കെ മൂഞ്ചി. സിനിമ താൽക്കാലികമായിട്ട് ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇവിടെ റിലീസ് ചെയ്യാൻ കഴിയില്ല. സെൻസർ ബോർഡാണ് കോടതിയുടെയും മുകളിൽ എന്ന് പറയുന്ന ആ തിട്ടൂരൊക്കെ ഉണ്ടല്ലോ, അത് 2ആയി മടക്കി അടുപ്പി കൊണ്ടുവച്ചോ. ഇത് കേരളമാണ്, നിന്റെ നോർത്ത് ഇന്ത്യ അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഇവിടെ കിടന്ന് കുരു പൊട്ടുന്ന സംഘികളോടും കൂടിയിട്ടാണ് പറയാനുള്ളത്. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. നിന്റെ ടീംസിനോട് പോയി പറ, ആ കത്രിക ഒന്ന് അലമാരയിലേക്ക് കയറ്റി വെക്കാം. ഞങ്ങൾക്കും ചെയ്യാണ്ട് കുറച്ച് സിനിമകള്, കർവാപ്പസി പോലത്തെ സിനിമകള്, ഗുജറാത്ത് കലാപവും ബാബരി മസ്ജിദും ഒക്കെ ചെയ്യട്ടെ മോനെ. അപ്പൊ വീണ്ടും ഒരു പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.